ഹലോ, നമ്മളിവിടെ ഒരു 1 kg ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വലിയ സവാള ഒരു 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ സവാളയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയൊരു കുടം വെളുത്തുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, അതുപോലെ തന്നെ വലിയ 2 കഷ്ണം ഇഞ്ചി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, ഒരു 3-4 ടേബിൾ സ്പൂണോളം പുളിയുള്ള തൈരാണ് കേട്ടോ. അതുപോലെ ഒരു വലിയ ഉള്ളി പൊരിച്ചെടുത്തതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഗരം മസാല പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കാശ്മീർ ചില്ലിയാണ് ചേർക്കുന്നത്. നമ്മൾ ചിക്കൻ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ടാണ് കേട്ടോ കാശ്മീർ ചില്ലി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് കുരുമുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആ ഉള്ളി പൊരിച്ചെടുത്ത ഓയിലുണ്ടല്ലോ അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തു. അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ. ഈ രീതിയിലൊന്ന് ചിക്കൻ ബിരിയാണി വെച്ച് നോക്കണേ, നല്ല രസമാണ് ഇങ്ങനെ കഴിക്കാൻ. നമുക്ക് ഉള്ളി വാട്ടണ്ട, തക്കാളി വഴറ്റണ്ട, വെളുത്തുള്ളി വഴറ്റണ്ട, അങ്ങനത്തെ ഒന്നും പണികളില്ല. അപ്പോൾ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ഇനി ഞാനായിട്ടുണ്ടാക്കിയ ബിരിയാണി മസാല ഉണ്ട്. ആ ബിരിയാണി മസാല 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മളിവിടെ ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് UTC അരിയാണ് കേട്ടോ. 4 ഗ്ലാസ് UTC അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 9 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ വെള്ളം. പിന്നെ ഒരു 5-6 ഏലക്ക, അതുപോലെ വലിയൊരു കഷ്ണം പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി, ഇഞ്ചി, 1/2 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവുമേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂണോളം. ഇത് 3 കൂടി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ അത് തിളച്ച് വന്നതിന് ശേഷം അരി ഇട്ട് കൊടുത്തു, നാരങ്ങ നീരൊഴിച്ച് കൊടുത്തു. ഇനി ഇതവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് കുഴഞ്ഞു പോവണ്ട കേട്ടോ. നാരങ്ങ നീര് 1 മുറി നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണ് മിൽമ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ ചോറൊക്കെ വെന്തു. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്നെടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കുന്ന വരെ മതി കേട്ടോ അടുപ്പിൽ വെച്ച് കത്തിക്കൽ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൽ ഇട്ടാൽ ഈ പാത്രത്തിൽ തന്നെ ദമ്മിട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനൊന്ന് പാത്രം മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചിക്കനിലേക്ക് ഒന്ന് തിളച്ച സമയത്ത് ഞാൻ 1 ടീസ്പൂണ് മിൽമ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാത്രം മാറ്റി കൊടുത്തു. അടുപ്പിൽ ഇതുപോലെ ഒരു തട്ടം വെച്ചു ദമ്മിടാൻ പോവുകയാണ്. ആ ചിക്കൻ അതിലേക്ക് മാറ്റി കൊടുത്തു. അതിന് ശേഷം നമ്മൾ പകുതി ചോറ് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഒരിക്കലും വേവുന്നവരെ കാത്ത് നിൽക്കരുത് കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ദമ്മിടാൻ, ഇല്ലെങ്കിൽ ചിക്കൻ വെന്ത് കലങ്ങി പോവേ. അതുപോലെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്തിരുന്നു. 1 ടീസ്പൂണല്ല 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതി ചോറ് ഞാൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ബിരിയാണി മസാല 1/2 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മല്ലിച്ചപ്പ്, പുതിന 1 ടേബിൾ സ്പൂണോളം മിൽമയുടെ ഗീ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള റൈസ് കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ മിൽമ ഗീ, അതുപോലെ അണ്ടിപ്പരിപ്പ് വറുത്തതും മുന്തിരിയും, അതുപോലെ തന്നെ മല്ലിച്ചപ്പും, ഒരു 2 ടേബിൾ സ്പൂൺ കൂടി നെയ്യും, ഞാൻ വീണ്ടും പറഞ്ഞു തോന്നണില്ലേ നെയ്യ് ചേർത്ത കഥ, എല്ലാം ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ദമ്മിടാൻ വെക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മൂടി വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലൊരു വെയിറ്റൊക്കെ വെക്കാം. ചില സമയത്ത് ഞാൻ വെയിറ്റ് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1 മണിക്കൂറോളം സിമ്മിലാണ്, ഗ്യാസിൻ്റെ മുകളിൽ തന്നെ സിമ്മിലാണ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തട്ടത്തിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് കയറ്റി വെക്കാം.
അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ബിരിയാണി ഒന്ന് തുറന്ന് നോക്കി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ബിരിയാണി വെച്ച് നോക്കൂ കേട്ടോ. നല്ല ഈസിയാണ്. രാവിലെ തന്നെ നമ്മളിതെല്ലാം അങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ചോറൊന്ന് വേവിച്ചിട്ട് ദമ്മിടേ വേണ്ടുള്ളൂ. ഞാൻ ഈ രീതിയിലും വെക്കാറുണ്ട്, എല്ലാം വഴറ്റിയിട്ട് വേറെ രീതിയിലും വെക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.